Hi friends, in this video, Honor v20 എന്നൊരു സ്മാർട്ട് ഫോണിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. പോയ വർഷം Honor v10 എന്നൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയുണ്ടായി. അതിന്റെ സക്സസർ ആയിട്ടാണ് Honor v20 എന്നൊരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇത് ചൈനയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി കൂടുതൽ അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടുന്ന ബെൽ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 3 സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിലൊരു പഞ്ച് ഹോൾ നോച്ച് എന്നൊരു സാധനമാണ് വരുന്നത്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് ഒരു ചെറിയ ഹോള് കാണാൻ സാധിക്കും. ബാക്കി ഫുള്ള് സ്ക്രീനായിരിക്കും വരുന്നത്. അവിടെ ആയിരിക്കും നമ്മുടെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഇവിടെ ഫ്രണ്ട് ക്യാമറ വരുന്നത് ഏകദേശം 25 MB സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ ഒരു ഹോളിൻ്റെ ഡയമീറ്റർ വരുന്നത് 4.5 mm ആണ്. അത്ര ചെറിയൊരു ഡയമീറ്ററാണ്. ബാക്കി ഫുള്ള് സ്ക്രീനായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് അടുത്തായിട്ട് കാര്യം എന്ന് വെച്ചാൽ കിറിൻ 980 പ്രൊസസ്സർ റൺ ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇത്. മൂന്നാമത്തെ ഒരു കാര്യം, ഇതിൻ്റെ റിയർ ക്യാമറ വരുന്നത് 48 MB ക്യാമറയാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ IMX 586 എന്നൊരു സെൻസറാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സെൻസർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്കിൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. ഈ 48 MB ക്യാമറയുടെ ഒരു TOF ക്യാമറയാണ് വരുന്നത്. ഡെപ്ത് സെൻസിങ്ങിന് വേണ്ടിയാണ് ഈ ഒരു ക്യാമറ യൂസ് ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു ഫോണിൽ വരുന്ന ഒരു ഫീച്ചറാണ് ലിങ്ക് ടർബോ എന്നൊരു ഫീച്ചർ. ഈ ലിങ്ക് ടർബോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇൻ്റർനെറ്റും അതുപോലെ തന്നെ LTE കൂടെ കമ്പൈൻ ചെയ്തൊരു ഡേറ്റ സ്പീഡ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സെറ്റപ്പാണ് ലിങ്ക് ടർബോ എന്ന് പറയുന്നത്. അത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് പോലുള്ള ഒരു ഹുവായുടെ ഒരു അസിസ്റ്റൻ്റാണ് യോയോ അസിസ്റ്റൻ്റ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കും. അതുപോലെ തന്നെ 3.5 mm ജാക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണായിരിക്കും ഇത്. ഡിസ്പ്ലേയുടെ കാര്യം പറയുമ്പോൾ 6.4 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരുന്നത്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ വ്യക്തമായിട്ടുള്ള ഏകദേശം 90% മുകളിലായിരിക്കും സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്തായാലും വരുന്നത്. ബാറ്ററി കാര്യം പറയുമ്പോൾ 4000 mAh ബാറ്ററി ആയിരിക്കും വരുന്നത്. 22.5 വാട്ട് പവർ ചാർജറും ഇതിനോട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ലഭിക്കുന്ന 3 വേരിയൻ്റ് ആയിട്ടാണ്. ഒന്ന് 6+ 128 GB വേരിയൻ്റ്, അതേപോലെ തന്നെ 8+ 128 GB, അതേപോലെ തന്നെ 6+ 256 GB. ഇങ്ങനെ 3 വേരിയൻറ്റിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. January 22 ഇതിൻ്റെ ഒരു ഗ്ലോബൽ ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. അന്ന് തന്നെ ഇന്ത്യയിലും ഇത് എത്താനാണ് ചാൻസ്. അതേപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന് ഏകദേശം ചൈനയിൽ വരുന്ന വില 2999 യുവാനാണ്. അതിന് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 32,000-33,000 രൂപയ്ക്ക് അടുത്താണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഏറ്റവും ബെറ്റർ ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും Honor v20 എന്ന് പറയുന്നത്. പിന്നീട് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ മൊഷീനോ എന്ന് പറയുന്ന ഒരു എഡിഷൻ കൂടി വരുന്നുണ്ട്. അതിൻ്റെ കളറൊക്കെ വ്യത്യാസമായിട്ടുള്ള വളരെ വെറൈറ്റീറ്റസ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് വരുന്നത്. അപ്പം ആ ഒരു വേരിയൻ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി കൂടുതൽ വീഡിയോസ് ഇനി അടുത്ത് ഇത് ലോഞ്ച് ചെയ്ത ശേഷം ഞാൻ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ബെല്ലും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ബൈ ബൈ.